ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ പത്രത്തിൽ ഒരു സംഭവം കണ്ടു, നോബൽ പ്രൈസ് വിന്നേഴ്സ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വിചാരം എന്നെ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഈ ലോകത്തിലെല്ലാം കണ്ടുപിടിച്ചതെന്നായിരുന്നു എൻ്റെ അന്നത്തെ ധാരണ. ഞാൻ ഈ ടീച്ചറിൻ്റെ പടം നോക്കിയിട്ട് എന്ത് കാണുന്നില്ല, ടീച്ചറിൻ്റെ പടം നോബൽ പ്രൈസ് വിന്നേഴ്സിൽ ഇല്ല. ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി. കാരണം ചെറിയ മൈൻഡ് സെറ്റാണ്, നമുക്ക് ഒന്നും അറിയില്ല. ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എൻ്റെ ടീച്ചറിൻ്റെ പടം എന്താ ഇല്ലാത്തത്? അപ്പോൾ അച്ഛൻ എന്തോ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ടീച്ചറിനോട് ഞാൻ ചോദിച്ചു ഓർക്കുന്നുണ്ട്. ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ടീച്ചർ ഈ പത്രത്തിൽ ടീച്ചറിൻ്റെ പടമില്ല, എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ഇങ്ങനെ അത്രയും ക്ലാരിറ്റിയിലൊന്നും അല്ലോട്ടോ പറയുന്നത്, അന്നത്തെ ബുദ്ധിയിൽ പറയാം ഞാൻ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സ്റ്റോറി നിങ്ങളോടും പറയണം. അപ്പോൾ ടീച്ചർ പറഞ്ഞ ഒരു വലിയ ലേണിംഗ് എൻ്റെ ലൈഫിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയത് തന്നെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണുകയാണ്. കാരണം ആ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതെ മോനെ, ഞാൻ പഠിപ്പിക്കുന്ന സംഗതി ഞാനായിട്ടുണ്ടാക്കിയതൊന്നുമല്ല, ഭയങ്കരമായിട്ട് റിസർച്ചുകൾ നടത്തി ലൈഫ് തന്നെ അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച് അവർ കണ്ടുപിടിച്ച, പല സയൻറ്റിസ്റ്റുകളും കണ്ടുപിടിച്ച അറിവിനെ അവരെക്കാൾ നന്നായി എനിക്ക് മോന് പറഞ്ഞു തരാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ കഴിവ്.